ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ എത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഗപ്പീസിനെയൊക്കെ കുറച്ച് സെയിലിന് വേണ്ടി ഞാൻ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ അതിലേക്ക് വേണ്ടി നമ്മുടെ സ്റ്റാർട്ടപ്പായിട്ട് ഞാൻ കുറച്ച് ടൂറൊക്കെ പോയിരുന്നു. അപ്പോൾ അതിന് ശേഷം വന്നപ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ കണ്ടത്. അതെല്ലാം നിങ്ങൾ കാണിക്കാൻ വേണ്ടി ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ എല്ലാം കുറച്ച് അലങ്കോലമായിട്ടാണ് കിടന്നത് വന്നപ്പോൾ. പക്ഷേ ഞാൻ ഇതിനകത്ത് മീൻ ആവശ്യമില്ല, മീൻ ചത്ത് കാണുമോ എന്നുള്ള രീതിയിലാണ് വന്ന് നോക്കിയത്. ബട്ട് അതിനകത്ത് കിട്ടിയ റിസൾട്ട് ഒന്നൊന്നര റിസൾട്ടായിരുന്നു. കാരണം ഞാൻ ഇല്ലാത്ത ദിവസങ്ങളിൽ ഫീഡ് കൊടുക്കുമായിരുന്നു. ബട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് കരിയിലയൊന്നും എടുത്ത് കളയൊന്നുമില്ലായിരുന്നു. ഫീഡ് കൃത്യമായ സമയത്ത് എൻ്റെ അനിയത്തി ഒന്ന് ഫീഡ് കൊടുക്കുമായിരുന്നു എല്ലാ ഫിഷിനും. ഓക്കെ ആണ്. ഇതിൽ തന്നെ ഇപ്പോൾ ഏകദേശം ഒരു 200ഓളം മീനാണ് ഞാനിപ്പോൾ ഒരു വെറും 4-5 പെയർ കൊണ്ടിട്ടതാണ്. അത്യാവശ്യം നിറച്ച് ഫിഷ് ഉണ്ട്. അത്യാവശ്യം നിറച്ച് കുഞ്ഞുങ്ങളുമായിട്ട് നിറച്ച് കിടപ്പുണ്ട് ഫിഷ്. അത് നമ്മുടെ ഒരു വെറൈറ്റിയാണ്. അടുത്ത് കുറച്ച് ഇതിൽ കിടക്കുന്ന എല്ലാം ഫുൾ ബ്ലാക്കാണ്. ഇതൊക്കെ എല്ലാം വെറും 1-2 പെയർ കൊണ്ടിട്ടതാണ്. ഇപ്പോൾ കിടക്കുന്നത് കണ്ടോ, അത്യാവശ്യം നിറച്ച് മീനായി, അത്യാവശ്യം നിറച്ച് സൈസായി കുറേ മീനായിട്ടുണ്ട്. അതുപോലെ ഈ ഫിഷ് ഇപ്പോൾ അവന്മാരിനി വരുമായിരിക്കും. ഇതും ഞാനൊരു 3 പെയർ കൊണ്ടിട്ടതാണ്. ഇപ്പോൾ അത്യാവശ്യം നിറച്ച് ഇപ്പോൾ ക്വാണ്ടിറ്റി ഉണ്ടായിട്ടുണ്ട്. ഇതിൽ അവന്മാർ അവിടെ കിടന്ന് കളിക്കുകയാണ്. അപ്പോൾ പറഞ്ഞ ആ വൈറ്റ് കുറച്ചായി. അതുമാരിപ്പോൾ ചിലപ്പോൾ വരുമെങ്കിൽ നമുക്ക് കാണാം. ബട്ട് അതുപോലെ തന്നെ ഇതിനകത്തും അത്യാവശ്യം നിറച്ച് ക്വാണ്ടിറ്റി ആയിട്ടുണ്ട്. അത്യാവശ്യം എല്ലാം നല്ല സൈസുമായി. ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും നല്ലൊരു ഇത് കിട്ടുമെന്ന്. ഇതിലൊക്കെ കുറച്ച് പെയറായിട്ടുണ്ട്. ഇതിലും വീണ്ടും അടുത്തൊരു സെറ്റ് പെയറും കൂടായി. അപ്പോൾ ഇതിൽ ഞാനിനി കുറച്ച് ഫ്രിഡ്ജ്, അപ്പോൾ ഇവിടെ ഞാൻ വിചാരിച്ചതിനേക്കാളും അപ്പുറം നല്ല, കാരണം ഓവർ ഹീറ്റില്ല ഈ ഒരു പ്ലേസിൽ. ഞാൻ അവിടെ ചെയ്ത സമയത്ത് അവിടെ അത്ര എനിക്ക് സക്സസ് ആയില്ല. ബട്ട് ഈ ഒരു പ്ലേസിലാണെങ്കിൽ കുറച്ച് സക്സസ് ആയി. കാരണം ഇതൊരു മീഡിയം ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം ചുറ്റും നിറച്ച് പ്ലാന്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് മാവിൻ്റെ ഇലയെല്ലാം വിഴുന്ന് വല്ലാത്തൊരവസ്ഥയായിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ പ്രോബ്ലം ഉണ്ടായിട്ടില്ല. മീനിനൊക്കെ സൈസ് അത്യാവശ്യം നല്ല സൈസ് വെച്ചിട്ടുണ്ട്. അത് അവന്മാരെടുത്ത് കണ്ടോ, അതിൻ്റെയൊക്കെ സൈസ് കണ്ടോ, ഇപ്പോൾ കാണിച്ചത്. ഇപ്പോൾ അവന്മാർ ഇങ്ങോട്ട് വരുമായിരിക്കും. കണ്ടാണ്ട് അവരുടെയൊക്കെ സൈസ് കണ്ടോ, അത്യാവശ്യം നല്ല സൈസായിട്ടുണ്ട്. നിറച്ച് കുഞ്ഞുങ്ങൾ നിറച്ചായിട്ടുണ്ട് ദൈവന്മാരുടെയൊക്കെ. കണ്ടോ, കാണാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും പരിപാടി വിജയിച്ചിട്ടുണ്ട്. സോ അപ്പോൾ നമ്മൾ ഫിഷ് നമ്മളപ്പോൾ റേറ്റ് കുറച്ച് കൊടുക്കാൻ പോവുകയാണ്. നമ്മളതിലുള്ള ഫുൾ ബ്ലാക്ക് ഗപ്പീസിന് ഞാനിപ്പോൾ കൊടുക്കാൻ പോകുന്ന റേറ്റ്, നമ്മൾ ഫുൾ ബ്ലാക്കിന് ഞാനിപ്പോൾ നമ്മൾ പെയർ 100-നാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഈ വീഡിയോ കണ്ട് വരുന്നവർക്ക് വെറും 70 രൂപയ്ക്ക് ഫുൾ ഗോൾഡ് ഗപ്പീസ് മേടിക്കാം. അല്ല, ഫുൾ ഗോൾഡ് അല്ല, സോറി, നമ്മുടെ ഫുൾ ബ്ലാക്കാണ്. ഫുൾ ഗോൾഡ് അല്ല, സോറി, ഫുൾ ബ്ലാക്കാണ്. ഫുൾ ബ്ലാക്ക് നമുക്ക് വെറും 70 രൂപയ്ക്കാണ് നിങ്ങൾക്ക് പെയർ ഇപ്പോൾ ഈ വീഡിയോ കണ്ട് വരുന്നവർക്ക് മേടിക്കാം. പിന്നെ അതുപോലെ നമ്മുടെ ഈ മിക്സഡ് വെറൈറ്റീസ് വെറും 45 രൂപയ്ക്ക് നിങ്ങൾക്ക് സെറ്റാക്കാമെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അതുപോലെ നമ്മുടെ ഹാഫ് ഗോൾഡ് നമ്മുടെ കയ്യിലുണ്ട്. ഹാഫ് ഗോൾഡും വെറും 70 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. നമ്മളിപ്പോൾ എന്ത് സാധനം കൂടുതലുണ്ടോ അത് നമ്മൾ റേറ്റ് കുറച്ച് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ള കോൺടാക്ട് ചെയ്ത് ഇതുപോലെ മറ്റുള്ള വീണ്ടും കാണാം. ദിസ് ഇസ് ആരോൺ സൈനിങ് ഔട്ട്. ബൈ ബൈ.